മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ ഈ പ്രഭാഷണങ്ങളിൽ പോകുമ്പോൾ ചിലരെങ്കിലും വന്ന് ചോദിക്കാറുണ്ട്, വിധി എന്ന് പറയുന്നതുണ്ടോ? തിരുവനന്തപുരത്ത് എൻ്റെ മകള് കുറേ പേർക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. നളന്ദ സെന്റർ ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ള പേരിൽ രജിസ്റ്റേർഡ് ട്രസ്റ്റ് ആക്കിയിട്ട് എൻ്റെ മകള് ക്ലാസ് എടുക്കാറുണ്ട്. സയൻസും മാത്സും അഡീഷണൽ സബ്ജക്റ്റും. ഞാൻ ഇന്നലെ ക്ലാസ് എടുക്കാൻ പോയി. ആ കുട്ടികൾക്ക് ഏറ്റവും അധികം അറിയാനുള്ളത് വിധി, ഭാഗ്യം ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ തമാശന് പറഞ്ഞു, വിധി എന്നുള്ളത് ഉണ്ട് മോനെ. സാർ ഒരു ഉദാഹരണം പറയോ എന്ന് ചോദിച്ചു. നല്ല ഇന്റലക്ച്വലി ഹൈ ലെവലിലുള്ള കുട്ടികളാണ്. ഞാൻ 1981-82 ഞാൻ ഹൈദരാബാദില് IICTയിൽ PhD എടുക്കുന്നത്. ഒരിക്കല് ചാർമിനാർ കാണാൻ പോയിരുന്നു. ചാർമിനാറിന്റെ ചുറ്റും നടന്നു, അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു. പെട്ടെന്ന് ഒരു സ്ഥലത്ത് ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്ന കണ്ടു. ആ കൂടി നിൽക്കുന്ന എന്താണെന്ന് ദൂരെ മാറി നിന്ന് നോക്കി. ഇപ്പോൾ ഒരാളെ കുറേ പേര് ചേർന്ന് പിടിച്ചിരിക്കുകയാണ്. അയാൾ ഇവരിൽ നിന്ന് കൊതറി മാറി ഓടാൻ ശ്രമിക്കുന്നുണ്ട്. അയാൾ കുറെ പരാക്രമം ചെയ്തു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഇയാൾ വിട്ടുപോയി. അയാൾ നേരെ ഓടി ചാർമിനാറിന്റെ മുകളിലേക്ക് ഓടിക്കേറി. പെട്ടെന്ന് അയാൾ മുകളിൽ കയറി. ഏതോ ഒരു മാനസിക രോഗിയാണെന്ന് തോന്നുന്നു, അല്ല ഇനി വല്ല ഡിജക്ഷൻ കൊണ്ട് ഓടിയതാണ്. അയാൾ ഏറ്റവും മുകളിൽ ചെന്ന് കൈ ഇങ്ങനെ വെച്ചിട്ട് തെലുങ്കിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവാണെന്ന്. അയാൾ അവിടെ നിന്ന് എടുത്ത് ചാടി. ഈ ചാടിയ മനുഷ്യൻ ചെന്ന് വീണത് ചെറുപ്പക്കാരായിട്ടുള്ള ഒരു സർദാർജി, സിഖുകാരനും അയാളുടെ ഭാര്യയും ചെറുപ്പക്കാരാണ്. ഹണിമൂണിനോ മറ്റോ ഹൈദരാബാദിലേക്ക് വന്നതായിരിക്കും. ചെറുപ്പക്കാരായ ഈ സർദാർജിയും സർദാർജിയുടെ ഭാര്യയും ചാർമിനാർ നടന്ന് കാണുമ്പോൾ ആ സർദാർജി ആ പയ്യന്റെ തലയിലാണ് ഇയാൾ മുകളിൽ നിന്ന് ചാടി വന്ന് വീണത്. ആ പയ്യൻ സർദാർജി മരിക്കുകയും ചെയ്തു. ചാടി അവനൊന്നും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. ഞാനത് സാക്ഷിയാണ്. എനിക്ക് തോന്നി ഇതിന് ഈ ഹണിമൂണിന് ഇയാൾ ഈ ഹൈദരാബാദിൽ വന്ന് ചാർമിനാറിന്റെ മുമ്പിൽ മരിക്കേണ്ട ഒരു വിധി തലയിലെടുത്ത് മരിക്കാൻ വേണ്ടി ചാടിയവനൊന്നും പറ്റിയുമില്ല. ഇതിനെയാണ് മക്കളെ ചിലപ്പോൾ നമ്മൾ വിധി എന്ന് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇത് കൂടാതെ ഞാൻ വേറൊന്നുകൂടി പറഞ്ഞു കൊടുത്തു. ഞാൻ തലശ്ശേരി ശ്രീരാമക്ഷേത്രത്തില് പ്രഭാഷണത്തിന് പോകാറുണ്ട്. കഴിഞ്ഞ കുറേ കാലമായിട്ട് പോകാറുണ്ട്. അങ്ങനെ ഒരിക്കലും അവിടെ പോയി ഒരു തട്ടുകടയിൽ നിന്ന് ചായയും കുടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, തട്ടുകടയിൽ നിന്ന് ചായയും കുടിച്ച് നിൽക്കുമ്പോൾ ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തിലെ കുറേ യുവാക്കള്, ഹെഡ് വർക്കേഴ്സാണ് കൂടുതലും, കുറച്ച് വിദ്യാർത്ഥികളും ഉണ്ട്. അവരിങ്ങനെ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നു. ഏതാണ്ട് ഉച്ചയ്ക്ക് 12:30-1 മണിക്ക്. ആ പ്ലക്കാർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, വിധി എന്നുള്ളതില്ല, ഭാഗ്യം എന്നുള്ളതില്ല, ജ്യോതിഷം തട്ടിപ്പ്, പ്രവചനം തട്ടിപ്പ്, മനുഷ്യനെ വെട്ടിലാക്കാനുള്ള തട്ടിപ്പ്, ഇങ്ങനെയൊക്കെ പ്ലക്കാർഡിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ ഉച്ചയ്ക്ക്, ഭാഗ്യത്തിനാണ് ചായ കിട്ടിയത്. ഉച്ചയ്ക്ക് തലശ്ശേരിയിൽ സാധാരണഗതിയിൽ തട്ടുകടയിൽ ചായ കിട്ടില്ല, എന്നാലും എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ ആ ചായ കുടിച്ചുകൊണ്ട് ആ പ്രൊസഷൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരുടെ പ്രൊസഷൻ ഇങ്ങനെ പോകുന്നത് നോക്കിയിരുന്നു. പെട്ടെന്ന് ഒരു പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് ഒരു പയ്യൻ നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. ഒരു ചെറുപ്പക്കാരനാണ്, ഒരു ഗ്രാജുവേഷനോ അല്ലെങ്കിൽ +2 ലെവലിൽ ഉണ്ടാവാനാണ് സാധ്യത. അവൻ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളല്ലേ ഗോപാലകൃഷ്ണൻ? ഞാൻ പറഞ്ഞു, അതേടാ മോനെ, എന്താ ഇത്രയധികം നീ ശക്തിയായിട്ട് ചോദിക്കുന്നത്? എനിക്ക് നിങ്ങളോട് ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, ശാന്തമായിട്ട് ചോദിക്കടാ, ഇത് ഞാനും നീയും തമ്മിൽ ശത്രുക്കളൊന്നും അല്ലല്ലോ, നിങ്ങളൊന്ന് ഒച്ചെടുക്കുന്നത് എന്തിനാ? സാറേ, വിധി എന്ന് പറയുന്നതുണ്ടോ? ഞാൻ പറഞ്ഞു, വിധി എന്ന് പറയുന്നത് ഉണ്ടോ മോനെ? ശരിക്കും വിധി എന്ന് പറയുന്നുണ്ടോ? ശരിക്കും വിധി എന്ന് പറയുന്നതുണ്ടോ മോനെ? എന്താ സാറേ ഈ വിധി എന്ന് പറയുന്നത്? വളരെ പുച്ഛത്തോടുകൂടിയാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ചു, മോനെ, ഞാൻ വിധി എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നിന്റെ പേരൊന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ഈ നീ എന്നുള്ള പദപ്രയോഗം നടത്താറില്ല. ഇവനൊരു ഫെറോഷ്യസ് ആയിട്ട് വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു താൻ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നതിന് പകരം നീ എന്നെ വിളിക്കാന്ന് വിചാരിച്ചു. നിന്റെ പേരെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് എന്തു ആവട്ടെ.
ഞാൻ പറയും എന്തു ആവട്ടെ എന്നുള്ളൊരു പേരൊന്നും ലോകത്തിൽ ആർക്കും ഇല്ല. എൻ്റെ പേരെന്താന്ന് പറയാറുണ്ട്, ഞാൻ ഉത്തരം പറയാം. എൻ്റെ പേര് സന്തോഷം എന്നാണ്. ശരി, സന്തോഷേ, വിധി എന്ന് പറയുന്നത് ഉണ്ട് മോനെ, ഭാഗ്യം എന്ന് പറയുന്നതും ഉണ്ട് മോനെ. എന്താണ് ഞാൻ പറഞ്ഞുതരാം. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് ആയിരക്കണക്കിന് ആചാര്യന്മാരാണ് എഴുതിയിരിക്കുന്നത്, ആയിരക്കണക്കിന് വിഷയങ്ങളിലാണ്. അത് വേണമെങ്കിൽ പഠിക്കാം, വേണ്ടെങ്കിൽ പഠിക്കേണ്ട. അതിൽ നിന്ന് വേണമെങ്കിൽ വേണ്ടതെടുക്കാം, വേണ്ടെങ്കിൽ അത് തിരസ്കരിക്കാം. ഇത്രായിരം ഗ്രന്ഥങ്ങളും അറിവുകളുമുള്ള ഒരു നാട്ടില് ജനിക്കാൻ ഭാഗ്യം കിട്ടിയ നീയ് ഈ നട്ടുച്ചയ്ക്ക് ഈ പൊരിവെയിലത്ത് ഈ പ്ലക്കാർഡും പിടിച്ചോണ്ട് ഈ മുദ്രാവാക്യവും വിളിച്ചോണ്ട് ഇങ്ങനെ നടക്കണില്ലേ? ഇതിനെയാണ് പറയുന്നത് നിന്റെയൊക്കെ വിധി എന്നാണ്. ഇതൊക്കെയാണ് നിന്റെയൊക്കെ തലയിലെഴുത്ത വിധി എന്ന് പറയുന്നത്. ഇനി നീ ചോദിക്കാത്തൊരു ചോദ്യത്തിനും കൂടി ഞാൻ ഉത്തരം പറയാം. ഭാഗ്യം എന്നുള്ളത് ഉണ്ടോ എന്ന് നീ ചോദിച്ചില്ല. ആ പ്ലക്കാർഡിലുണ്ട് ഭാഗ്യം എന്നൊന്നില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഭാഗ്യം എന്നുള്ളത് ഉണ്ട് സന്തോഷേ. എന്താ അറിയോ, ഇത്രയും പേര് തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് കൂക്കി വിളിച്ച് നട്ടുച്ചയ്ക്ക് ഭ്രാന്തന്മാരെ പോലെ ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത് എഴുതി കൊടുത്ത മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പട്ടി കുരയ്ക്കണ മാതിരി പോണില്ലേ? അതിൽ നിന്ന് നിനക്ക് മാത്രമല്ലേ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് തോന്നിയുള്ളൂ. അത് നിന്റെ ഭാഗ്യ മോനെ എന്ന് പറഞ്ഞു. ഇത് രണ്ടും കേട്ട സന്തോഷ തിരിച്ച് ജാഥയിലേക്ക് പോയില്ല. അയാൾ തിരിച്ച് വീട്ടിലേക്ക് ഇടവഴി കൂടെ അങ്ങ് കടന്നുപോയി. പിന്നത്തെ പ്രാവശ്യം ഞാൻ തലശ്ശേരി പോയപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഈ സന്തോഷം എന്ന് പറഞ്ഞ പയ്യൻ വന്നു. സാർ ഇപ്പം ഞാൻ പ്രഭാഷണത്തിന് പോകാറുണ്ട്, എൻ്റെ പ്രഭാഷണം കുറേ പേർക്ക് ഇഷ്ടമാണ്, ഞാൻ സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നേ, എന്നാലും എന്നെ ധാരാളം പേര് വിളിക്കാറുണ്ട്, ചെറിയ ചെറിയ എമൗണ്ട് എനിക്ക് തരാറുണ്ട്, ഫീസിന് ഞാനത് ഉപയോഗിക്കാറുണ്ട്, നല്ല രീതിയിൽ പോകുന്നു. സാറിനെ അന്ന് കണ്ടതുകൊണ്ടാണ് സാധിച്ചത്, അതെൻ്റെ ഭാഗ്യമായിരുന്നു, എൻ്റെ വിധി മാറി എനിക്ക് ഭാഗ്യം ഉണ്ടായത് സാറാണ് കാരണം എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ട് പോവേണ്ടേ. ഇത് തന്നെയാണ് എല്ലായിടത്തും. വിധിയുമുണ്ട്, ഭാഗ്യവുമുണ്ട്. ഇതിനെയൊക്കെ സയൻസ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പേന ഉപയോഗിച്ചിട്ടോ വിവരിക്കാനോ എഴുതാനോ ഒക്കെ ശ്രമിച്ചാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സ്നേഹം, ബഹുമാനം, ആദരവ്, കടമ, കടപ്പാട്, കരുണ, ദയ, സംതൃപ്തി, ചാരിതാർത്ഥ്യം, അതുപോലെ വാശി, പക, വിദ്വേഷം, അസൂയ, കുശുമ്പ്, അഹങ്കാരം, കുനിഷ്ട്, ഭയം, ഇതൊക്കെ അളന്ന് എത്രയുണ്ടെന്ന് എഴുതി ബോധ്യപ്പെടുത്താനൊന്നും പറ്റില്ല. എനിക്ക് സ്നേഹമുണ്ട്, 6 സെന്റിമീറ്റർ സ്നേഹമാണോ, 6 കിലോഗ്രാം സ്നേഹമാണോ, 6 ലിറ്റർ സ്നേഹമാണോ എന്നൊക്കെ അളക്കാൻ പറ്റില്ല. അളക്കാൻ പറ്റാത്തതിനെ അളക്കാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാലും വിജയിക്കില്ല, വേണമെങ്കിൽ ശ്രമിച്ചോളൂ. പിന്നെ വിവരിക്കാൻ പറ്റാത്തത് ചിലതിനെയൊക്കെ നമ്മൾ ചില വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.